ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻട്രോ ഇന്ന് ഇങ്ങനെ ആയിപ്പോയി. കാരണം നമ്മൾ ഇന്ന് ടൂറിലാണ്. ഊട്ടിയിലേക്കാണ് നമ്മളൊരു യാത്ര. ഈ ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടൊരു ടൂർ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഏകദേശമുള്ള സ്റ്റാഫുകൾ നമ്മളെല്ലാവരും ഉണ്ട്. ഒരു 49 പേര് 48 പേരുണ്ട്. ഇപ്പോൾ 50ഓളം സ്റ്റാഫുകളുണ്ട്. അതിൽ കുറച്ച് ആളുകൾ മാത്രമാണ് മാറി നിന്നിട്ടുള്ളത്. അടിപൊളി ഒരു ട്രിപ്പാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, അടിപൊളി വൈബിലാണ് പോകുന്നത്. നല്ല തണുപ്പാണ് രാവിലെ തന്നെ. അപ്പോൾ ഊട്ടിയിലേക്ക് തണുപ്പും മഞ്ഞും ഒക്കെ കോടയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കയറി എല്ലാവരും സീറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഹായ് പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോയ്ക്കൊക്കെ സഹകരിക്കുന്നുണ്ട്. എനിക്കത് വളരെ സന്തോഷമായി. ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ പി ടി ടീച്ചറാണ്. പി ടി ടീച്ചർ ചില്ലറ കാര്യമൊന്നുമല്ല, ഒത്തിരി സമ്മാനങ്ങളൊക്കെ നേടിയ ഒരു അടിപൊളി അത്ലറ്റിക്കാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കലാപരിപാടികളിലേക്ക് പോയി. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ, നമ്മുടെ വളരിൽ കലരിൻ അതിരിന് പൂമാനം ഈ മുത്തുമണത്തിന് ചുറ്റും മതി. കോട കാണാനായിട്ട് ഊട്ടിയിൽ പോയി ഞങ്ങൾക്ക് കോട പോയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കോടയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ കോട മഞ്ഞൊന്നും വന്നില്ല കേട്ടോ ഞങ്ങൾ നിന്ന സമയത്ത്. അതെനിക്ക് ഞാൻ പോയിട്ടാണോ എന്നറിയില്ല. ഞാൻ പോയ ഒരു 2-3 പ്രാവശ്യം ഇപ്പോൾ ഓർമ്മയിൽ ഞാൻ പോയിട്ട് 1-2 പ്രാവശ്യം പോയപ്പോഴൊന്നും കോട കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തു. നല്ല തണുപ്പായിരുന്നു. തണുത്തിട്ട് നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ കൈവിരലൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലുള്ള ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല ഭംഗിയാണിത് കാണാൻ. കുറച്ച് നേരം നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഊട്ടിയിലേക്ക് പോയി. ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഹൈ റേഞ്ച് കയറുന്ന സമയത്തൊക്കെ മഞ്ഞുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ഈവനിങ് ആയപ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൊക്കെ വന്നു. നല്ല തണുപ്പായി. അങ്ങനെ പിന്നെ ആ സമയത്ത് നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒന്നും നഷ്ടമാക്കിയിട്ടില്ല. കുറേയധികം റീൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. നല്ലൊരു ടെൻഷനിൽ നിന്ന് നമുക്ക് റിലീഫായി പോകാൻ പറ്റിയ അങ്ങനെ ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. സെറ്റല്ലേ, ഓടിക്കോ. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. പ്രായമായവരും ചെറിയ കുട്ടികളൊക്കെ ഒരുമിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ ടൂറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ രാത്രിയിൽ പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒറ്റ ദിവസത്തെ ഒരു യാത്രയേ ഉള്ളൂ ഊട്ടി വരെ. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ തിരിച്ചു. രാത്രി ഒരു 1-1:30 2 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.